വിചിത്ര സർക്കുലർ നൽകി കണ്ണൂർ സിറ്റി പോലീസ്. കാലിത്തീറ്റ സ്വയം പര്യാപ്തം ഉറപ്പാക്കാൻ തീറ്റപ്പുൽ കൃഷിക്ക് സ്ഥലം കണ്ടെത്തണമെന്നാണ് നിർദ്ദേശം. ജില്ലാ വികസന സമിതി യോഗത്തിന്റെ നടപടിക്രമം അനുസരിച്ചാണ് ഈ സർക്കുലർ. അരുൺ, പോലീസും പുല്ലും തമ്മിൽ എന്താ ബന്ധം അല്ലേ? ആശ്മി, അത് തന്നെയാണ് വരുന്ന ചോദ്യം. നമുക്കറിയാം, ഈ പോലീസിൽ ജോലി ഭാരം അതോടൊപ്പം തന്നെ സമ്മർദ്ദമൊക്കെ കൂടുന്നു എന്ന ചർച്ചകൾ വളരെ സജീവമായി പോലീസിനകത്ത് തന്നെ നടക്കുകയും അത്തരം ചില തുറന്നു പറച്ചിലുകളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ സർക്കുലർ കൂടി പുറത്തിറങ്ങുന്നത്. ഈ സർക്കുലറിൽ പറയുന്നത് ഈ കാലിത്തീറ്റ സ്വയം പര്യാപ്തത ജില്ല കൈവരിക്കുന്നതിന് വേണ്ടി ജില്ലാ വികസന സമിതി യോഗത്തിൽ, അതായത് കഴിഞ്ഞ മാസം 30-നാണ് ജില്ലാ വികസന സമിതി യോഗം നടന്നത്. അതിൽ ഇത്തരത്തിൽ കാലിത്തീറ്റ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ആ യോഗത്തിലുണ്ടായിരുന്നു. ഒടുവിൽ എടുത്ത തീരുമാനം തീറ്റപ്പുൽ കൃഷി ചെയ്യണം എന്നതാണ്. അതിന് ഈ തീറ്റപ്പുൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടി, അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസ് വകുപ്പിനാണ് അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ജില്ലാ വികസന സമിതി യോഗം നൽകിയത്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്, നമുക്കറിയാം. അങ്ങനെ നിർദ്ദേശം നൽകി. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ജില്ലാ വികസന സമിതി യോഗത്തിലെ നടപടിക്രമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു സർക്കുലർ പുറത്തിറക്കിയതെന്നാണ് ഇപ്പോൾ സിറ്റി പോലീസ് പറയുന്നത്. ആ സർക്കുലറിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഡിവൈഎസ്പിമാർ അതോടൊപ്പം തന്നെ SHOമാർക്കാണ് ഇതിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അവരുടെ സബ് ഡിവിഷൻ പരിധിയിൽ ഈ തീറ്റപ്പുൽ കൃഷി ചെയ്യാൻ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇത് പോലീസിനെ അകത്ത് തന്നെ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. മറ്റു വകുപ്പുകൾ ചെയ്യേണ്ട ജോലി കൂടി തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു എന്ന വിമർശനം പോലീസിനകത്ത് തന്നെ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും അത് കൂടുതൽ ചർച്ചകൾക്ക് വിധേയമാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ തന്നെ ഒരുപാട് പണി കൊണ്ട് നട്ടം തിരിഞ്ഞുന്ന പോലീസുകാരോടാണ് തീറ്റപ്പുൽ കൃഷിക്ക് സ്ഥലം കണ്ടത്. സർക്കുലർ ചില പോലീസുകാരെങ്കിലും പുല്ല് എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും. സുരേഷ് ഗോപിയുടെ ആ സിനിമയിലെ ഡയലോഗ് ഓർമ്മ വരികയാണ്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.